കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ വിദേശത്ത് പോയിട്ട് MBBS പഠിക്കാനായിട്ട് ചൂസ് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാൻ ഒരു എബ്രോഡ് MBBS ഡെസ്റ്റിനേഷൻ ആയിട്ട് ചൂസ് ചെയ്യുന്ന പല വിദ്യാർത്ഥികളും എന്നോട് ഫോണിലൂടെ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഉസ്ബെക്കിസ്ഥാനിലെ എല്ലാ അപ്രൂവൽസും ഉള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം. ഫസ്റ്റ് ഓഫ് ഓൾ ഉസ്ബെക്കിസ്ഥാൻ അല്ലെങ്കിൽ ഒരു വിദേശ രാജ്യത്തിലെ എല്ലാ അപ്രൂവൽസും ഉള്ള മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ ഏതാണ് എന്നറിയുന്നതിന് മുമ്പായി ഒരു മെഡിക്കൽ യൂണിവേഴ്സിറ്റിക്ക് മെയിൻ ആയിട്ട് വേണ്ട അപ്രൂവൽസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോ ലോകത്തിലുള്ള പല രാജ്യങ്ങളും എടുക്കുമ്പോഴും അവരുടെ മെഡിക്കൽ എഡ്യൂക്കേഷൻ പോളിസി ഓരോ വർഷവും വലിയ രീതിയിൽ തന്നെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ 2023 വരെ നമ്മളിപ്പോ അമേരിക്കയുടെ എക്സാമിനേഷൻ ആയിട്ടുള്ള USML എഴുതണമെങ്കിൽ നമുക്ക് ECFMG എന്ന് പറയുന്ന ഒരു അക്രഡിറ്റേഷൻ ആണ് വേണ്ടിയിരുന്നത്. അത് കൂടാണ്ട് നമ്മളിപ്പോ കാനഡയുടെ കേസ് എടുക്കുകയാണെങ്കിൽ കാനഡയ്ക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ഉണ്ടായിരുന്നു. ഇനി ഓസ്ട്രേലിയയോ ന്യൂസിലാൻഡിന്റെയോ അല്ലെങ്കിൽ UK കേസ് എടുക്കുകയാണെങ്കിലും ഓരോ രാജ്യത്തിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയും ആ ഒരു അക്രഡിറ്റേഷനും വേണമായിരുന്നു. പക്ഷേങ്കിൽ 2024 മുതൽ ഇത്തരത്തിലുള്ള പല രാജ്യങ്ങളുടെയും എക്സാമിനേഷൻ എഴുതാനായിട്ട് എസ്പെഷ്യലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രികളുടെയും അത് കൂടാണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഒക്കെ എക്സാമിനേഷൻ എഴുതാനും നമ്മൾ MBBS പഠിച്ചതിന് ശേഷം ഇത്തരം രാജ്യങ്ങളിൽ പോയിട്ട് PG ചെയ്യാനുമായിട്ട് ഒരു സിംഗിൾ അക്രഡിറ്റേഷൻ ആണ് വേണ്ടത്. സോ ആ അക്രഡിറ്റേഷന്റെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WFME എന്നാണ് പറയുന്നത്. സോ WFME എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. സോ വേൾഡ് ഫെഡറേഷൻ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ പോയിട്ട് നമുക്ക് തുടർ പഠനമോ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കത്തുള്ളൂ. ഈ ഒരു നിയമം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് 2024 മുതലാണ്. കറന്റ്ലി ഈ ഒരു WFMEന്റെ റെക്കഗ്നൈസേഷൻ സ്റ്റാറ്റസ് വേണമെന്ന് പറഞ്ഞിട്ട് പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു നിയമം ഉസ്ബെക്കിസ്ഥാന്റെ കേസിലും ബാധകമാണ്. സോ ഉസ്ബെക്കിസ്ഥാന്റെ കേസ് എടുക്കുന്ന സമയത്ത് WFMEന്റെ അപ്രൂവൽ ഇല്ലാത്ത കോളേജിൽ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഇത്തരം കൺട്രികളുടെ എക്സാം എഴുതാനോ അവിടെ വർക്ക് ചെയ്യാനായിട്ടോ സാധിക്കുകയില്ല. നമ്മളിപ്പോ ഉസ്ബെക്കിസ്ഥാന്റെ കേസ് എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ ഒരു WFME ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ, അതായത് ഇന്ത്യയിലെ പ്രൊഫഷണൽ റെഗുലേറ്ററി ബോഡിയാണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. അത് കൂടാണ്ട് ഇന്ത്യയിലെ ഫാമിലി ഹെൽത്ത് വെൽഫെയർ മിനിസ്ട്രിയും WFME ആയിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല നോട്ടിഫിക്കേഷൻസും ഇറക്കുകയുണ്ടായി. സോ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യൻ ഗവൺമെന്റ് ഈ പറയുന്ന WFME അപ്രൂവലുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻസും അത് കൂടാണ്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല നോട്ടിഫിക്കേഷൻസും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കത് നോക്കാം. അത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും WFME നമ്മുടെ MBBS പഠനത്തിന് എത്രയേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്ന്. നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയതിനു ശേഷം WFME അപ്രൂവൽ ഇന്ത്യ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് WFME അപ്രൂവലായിട്ട് ബന്ധപ്പെട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷനും അതോടൊപ്പം തന്നെ മിനിസ്ട്രി ഓഫ് ഫാമിലി ഹെൽത്ത് വെൽഫെയർ ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ കാണാനായിട്ട് സാധിക്കും. അതിൽ വരുന്ന ഫസ്റ്റ് ലിങ്ക് എന്ന് പറയുന്നത് പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഇതിൽ gov.in എൻഡ് ചെയ്യുന്നത്, അതായത് ഇതൊരു ഗവൺമെന്റ് വെബ്സൈറ്റ് ആണ്. ഇത് പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വെബ്സൈറ്റിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനും അതോടൊപ്പം തന്നെ നമ്മുടെ ഫാമിലി ഹെൽത്ത് വെൽഫെയർ മിനിസ്ട്രിയും ചേർത്ത് ഇറക്കിയിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ്. ഇതിന്റെ ഹെഡിംഗ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അച്ചീവ്സ് ദ പ്രസ്റ്റീജിയസ് WFME റെക്കഗ്നൈസേഷൻ സ്റ്റാറ്റസ് ഫോർ 10 years. ഓക്കെ, അടുത്ത 10 വർഷത്തേക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷന് WFMEന്റെ അപ്രൂവൽ കിട്ടി. അതുകൊണ്ട് തന്നെ അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞാൽ നാഷണൽ മെഡിക്കൽ കമ്മീഷന് WFMEന്റെ അപ്രൂവൽ കിട്ടിയത് കൊണ്ട് തന്നെ ഇനി മുതൽ ECFMG എനേബിൾ ആയി, അതുകൊണ്ട് തന്നെ USMLയുടെ എക്സാം എഴുതാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അത് കൂടാണ്ട് അടുത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ WFMEന്റെ റെക്കഗ്നൈസേഷൻ വന്നതുകൊണ്ട് തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് ഈ രാജ്യങ്ങളിലുള്ള ലൈസൻസിങ് എക്സാം എഴുതാനും അവിടെ വർക്ക് ചെയ്യാനും സാധിക്കുമെന്നതാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യം, അമേരിക്കയുടെ എക്സാം ആയിട്ടുള്ള USML അത് കൂടാണ്ട് കാനഡ, ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുടെ എക്സാമിനേഷൻ എഴുതാനോ ഇനി അവിടെ വർക്ക് ചെയ്യാനോ നമുക്ക് വേണ്ടത് WFMEന്റെ റെക്കഗ്നൈസേഷൻ ആണ് എന്നാണ് NMC പറഞ്ഞിട്ടുള്ളത്. നമ്മളിപ്പോ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷനും അത് കൂടാണ്ട് നമ്മുടെ ഫാമിലി ഹെൽത്ത് വെൽഫെയർ മിനിസ്ട്രിയും ചേർന്നിട്ട് പബ്ലിക് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പുറപ്പെടുവിച്ചിരുന്ന ഒരു ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ ആണ്. ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നമ്മുടെ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ 2024 ഇതുമായി ബന്ധപ്പെട്ട പുതിയൊരു നോട്ടിഫിക്കേഷൻ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. നമ്മൾ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് ഓൾ ന്യൂസിനകത്ത് കയറുമ്പോൾ 18/1/2024 ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് WFMEക്ക് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ കൊടുത്തിരിക്കുന്ന ആൻസേഴ്സ് ഉണ്ട്. അതായത് WFMEന്റെ റെക്കഗ്നൈസേഷനുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾ ചോദിച്ചിരിക്കുന്ന ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് കൊടുത്തിരിക്കുന്ന ആൻസറിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിനകത്ത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഓക്കെ,
ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിനകത്ത് പല വിദ്യാർത്ഥികളും ചോദിച്ചിരിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അതായത് ഇനി മുതൽ USMLE പരീക്ഷ എഴുതാൻ ECFMG ആണോ WFME ആണോ വേണ്ടതെന്നുള്ള കാര്യം അവർ ചോദിച്ചിട്ടുണ്ട്. അതിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇനി മുതൽ വേണ്ടത് ECFMG അല്ല, ഇനി മുതൽ വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WFME ആണ് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു ഡീറ്റെയിൽസിന്റെ ലിങ്ക് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതുമാണ്. 2023 വരെ USMLE എന്ന് പറഞ്ഞ പരീക്ഷ എഴുതാനായിട്ട് നമുക്ക് ഡബ്ല്യു ഡോംസ് എന്ന് പറഞ്ഞാൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ പഴയ വെബ്സൈറ്റ് ആണ്. ഇനി മുതൽ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇൻഹെൽത്ത് ആണ്. സോ ഡബ്ല്യു സ്പോൺസർ നോട്ട് ഉണ്ടായിരിക്കണം എന്നുള്ളൊരു കാര്യം മാൻഡേറ്ററി ആയിട്ട് 2023 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈവൻ 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഇന്ത്യയിലുള്ള എയിംസിന്റെ അപ്ഡേഷൻസ് പോലും ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, ഡബ്ല്യു വന്നിട്ടില്ല. നമ്മളിപ്പോൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യയിലുള്ള ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ ഡീറ്റെയിൽസ് മെഡിക്കൽ സ്കൂൾ ഡയറക്ടറിക്കകത്ത് അപ്ഡേറ്റഡ് ആണോ എന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അതിനൊന്നും ചെയ്യേണ്ട, നിങ്ങൾ ഗൂഗിളിൽ പോയതിനു ശേഷം മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മെഡിക്കൽ സ്കൂൾ ഡയറക്ടറി, അതായത് ഡബ്ല്യു ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. നമ്മൾ ഡബ്ല്യു ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷനാണ് സെർച്ച് ദ വേൾഡ് ഡയറക്ടറി. സെർച്ച് ദ വേൾഡ് ഡയറക്ടറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് നിന്ന് നമ്മൾ കൺട്രി സെലക്ട് ചെയ്തു. ഇന്ത്യയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇന്ത്യ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയിലുള്ള ഡബ്ല്യു ഉള്ള എല്ലാ കോളേജസിന്റെയും ഡീറ്റെയിൽസ് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ഓക്കെ, ഇതിൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഒരു ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ്. സോ അത് ഞാനിപ്പോൾ സെലക്ട് ചെയ്തു. ആ ഒരു പേജിലോട്ട് വന്നിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ടിംഗ് ഇയർ 2019 ആണ്. ഓക്കെ, ഇതിൽ സ്പോൺസർ നോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് USMLE എഴുതാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പലരും ചിന്തിച്ചിരിക്കുന്നത്. പക്ഷേ നമുക്കിവിടെ 2019 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ എയിംസിന്റെ സ്പോൺസർ നോട്ട് ബ്ലാങ്ക് ആണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇനി 2024 മുതൽ നമുക്ക് ഈ സ്പോൺസർ നോട്ട് വാലിഡ് അല്ല. നമുക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WFME ആണ്. പക്ഷേ 2012 ഈ ഒരു കോളേജിന്റെ എന്തുണ്ട്, ഇതും എയിംസ് ആണ്. എയിംസിന്റെ സ്പോൺസർ നോട്ട് അപ്ഡേറ്റഡ് ആണ്. ഇനി ഒരിക്കൽ കൂടെ എന്ത് ചെയ്യാൻ പോവാണ്, ഞാൻ 2019 സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഗോരഖ്പൂർ എയിംസ് സെലക്ട് ചെയ്യാനായിട്ട് പോവാണ്. സോ ഗോരഖ്പൂർ എയിംസ് സെലക്ട് ചെയ്ത് 2019 സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇനി നമുക്ക് അവരുടെ സ്പോൺസർ നോട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 2019 സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഗോരഖ്പൂർ എയിംസിന്റെയും സ്പോൺസർ നോട്ട് ബ്ലാങ്ക് ആണ്. സോ ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് 2019 ശേഷം സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ഈ പറയുന്ന കോളേജുകളിൽ പഠിച്ച ആർക്കും ഈ പറയുന്ന USMLE പരീക്ഷ എഴുതാൻ സാധിക്കത്തില്ല എന്നതല്ല. ബിക്കോസ് 2024 മുതലേ WFME ആണ് വാലിഡ് ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡി. സോ 2024 ശേഷം WFMEന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന എക്സാമുകളൊക്കെ എഴുതാനായി സാധിക്കുകയുള്ളൂ. അല്ലാണ്ട് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ സ്പോൺസർ നോട്ട് എന്ന് പറയുന്ന ഒരു കാര്യമല്ല നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. 2024 മുതൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അത് കൂടാണ്ട് ECFMG അവരുടെ തന്നെ വെബ്സൈറ്റിലും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ സ്പോൺസർ നോട്ടല്ല നോക്കുന്നത്, ഇനി മുതൽ നോക്കാനായിട്ട് പോകുന്നത് WFME റെക്കഗ്നൈസേഷൻ ആണ് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ECFMG വെബ്സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ECFMG എന്നോ അല്ലെങ്കിൽ ECFMG റെക്കഗ്നൈസ്ഡ് അക്രഡിറ്റേഷൻ പോളിസി എന്നോ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പേജിനകത്തോട്ട് പോകാനായിട്ട് സാധിക്കും. സോ ഈ ഒരു പേജിനകത്തോട്ട് വരുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ അവർ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നുണ്ട്. റെക്കഗ്നൈസ്ഡ് അക്രഡിറ്റേഷൻ പോളിസി 2024 മുതൽ ആപ്ലിക്കബിൾ ആവാൻ പോകുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് അവർ അടുത്ത് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രൂവ്ഡ് റെക്കഗ്നൈസേഷൻ ഓർഗനൈസേഷൻ, അതായത് ഇനി മുതൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിൽ വളരെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഇനി മുതൽ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ WFME അപ്രൂവൽ ആണ് US പുറത്തുള്ള കൺട്രീസിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ടത് എന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഇൻസൈഡ് US ഉള്ള യൂണിവേഴ്സിറ്റികളാണെങ്കിൽ NCFMA എന്ന് പറയുന്ന റെക്കഗ്നൈസേഷൻ ആണ് വേണ്ടത് എന്നുള്ള കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. സോ ECFMG തന്നെ അവരുടെ വെബ്സൈറ്റിൽ വളരെ ക്ലിയർലി പറഞ്ഞിട്ടുണ്ട് 2024 മുതൽ ഇനി സ്പോൺസർ നോട്ടല്ല വേണ്ടത്, ഇനി മുതൽ വേണ്ടത് WFME റെക്കഗ്നൈസേഷൻ ആണ് എന്നത് വളരെ വ്യക്തമായി അവർ ECFMGയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ടുണ്ട്. സോ ഈ ഒരു നോട്ടിഫിക്കേഷൻ കണ്ട സമയത്ത് നിങ്ങൾക്ക് വളരെ വലിയൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് WFME അപ്രൂവൽ എന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിപ്പോ നമ്മൾ പഠിക്കുന്നത് ഇന്ത്യയിലായാലും വേറെ ഏത് രാജ്യത്തായാലും ആ രാജ്യത്തിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നമുക്ക് പോയി വർക്ക് ചെയ്യണമെങ്കിൽ WFME അപ്രൂവൽ എന്ന് പറയുന്നത് വളരെ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോ നാഷണൽ മെഡിക്കൽ കമ്മീഷനും അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഹെൽത്ത് വെൽഫെയർ മിനിസ്ട്രിയും എന്തിനാണ് ഇത്തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് ഇട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. സോ അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളിപ്പോ WFMEന്റെ വെബ്സൈറ്റിൽ പോവുകയാണെങ്കിൽ WFME ഇന്ത്യയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനെയാണ്
അപ്രൂവൽ ബോഡിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നത്. സോ നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ അപ്രൂവലുള്ള കോളേജുകൾക്ക് എന്ത് ചെയ്യാം, ഇനി മുതൽ WFMന്റെ അപ്രൂവൽ ലഭിക്കും. സോ അതുകൊണ്ട് തന്നെ NMC അപ്രൂവ്ഡ് കൊടുക്കുന്ന എല്ലാ കോളേജുകൾക്കും എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, ഇനി മുതൽ WFMന്റെ അണ്ടറിൽ വരുന്ന രാജ്യങ്ങളുടെ എല്ലാ എക്സാംസും എഴുതാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് കേസ് വരുന്നത്. ദെൻ നമ്മുടെ സെക്കൻഡ് കേസായിട്ട് നമ്മൾ ഉസ്ബെക്കിസ്ഥാന്റെ കേസിലോട്ട് പോകുന്ന സമയത്ത് ഉസ്ബെക്കിസ്ഥാനിൽ WFME അപ്രൂവൽ കൊടുക്കാനായിട്ട് 2 ഏജൻസികളെയാണ് ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. സോ ആ 2 ഏജൻസികൾ എന്ന് പറയുന്നത് ഒന്ന് IAAR എന്ന് പറയുന്ന ഏജൻസിയാണ്, പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ ECAQA എന്ന് പറയുന്ന ഏജൻസിയുമാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിന്ന് WFMന്റെ വെബ്സൈറ്റിൽ പോയതിനു ശേഷം ഈ പറയുന്ന 2 ഏജൻസികളെയും എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾ ഗൂഗിളിൽ പോയതിനു ശേഷം WFME 2023 അപ്ഡേറ്റഡ് ലിസ്റ്റ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ WFMന്റെ വെബ്സൈറ്റിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെക്കഗ്നൈസേഷൻ ഏജൻസികളുടെ ലിസ്റ്റ് നമുക്ക് ലഭിക്കും. സോ കറന്റ്ലി ഞാനുള്ളത് WFMന്റെ വെബ്സൈറ്റിൽ അവരിട്ടിരിക്കുന്ന ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള റെക്കഗ്നൈസേഷൻ ഏജൻസികളുടെ ലിസ്റ്റാണ്. ഇതിൽ ഓരോ രാജ്യത്തിനും എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ഏജൻസികളെ അവർ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് റെക്കഗ്നൈസേഷൻ കൊടുക്കാനായിട്ട്. ഈവൻ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നാഷണൽ മെഡിക്കൽ കമ്മീഷനാണ് അതിന്റെ റെക്കഗ്നൈസേഷൻ ഏജൻസി വരുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് ഉസ്ബെക്കിസ്ഥാന്റെ കേസിൽ 2 ഏജൻസികളാണ് നമുക്കുള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ IAAR ആണ്, ഇൻഡിപെൻഡന്റ് ഏജൻസി ഫോർ അക്രഡിറ്റേഷൻ ആൻഡ് റേറ്റിംഗ്. ദെൻ നമുക്കിനി വരുന്ന രണ്ടാമത്തെ ഏജൻസി എന്ന് പറയുന്നത് ECAQA ആണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഏജൻസിയുടെ അപ്രൂവൽ എന്ത് വേണം, ഉസ്ബെക്കിസ്ഥാനിലുള്ള യൂണിവേഴ്സിറ്റികൾക്ക് വേണം. സോ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഉസ്ബെക്കിസ്ഥാനിൽ നമുക്ക് 2 ഏജൻസികൾക്കാണ് WFMന്റെ അപ്രൂവൽ കൊടുക്കാനായിട്ടുള്ള സ്റ്റാറ്റസ് കൊടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സോ ഈ 2 ഏജൻസികളുടെ അപ്രൂവൽ കിട്ടിയിട്ടുള്ള 3 കോളേജസ് ആണ് കറന്റ്ലി നമുക്ക് ഉസ്ബെക്കിസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ IAARന്റെ അപ്രൂവൽ ഉള്ളത് താഷ്കന്റ് ദന്തൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ്. പക്ഷേ അത് മെഡിക്കൽ പ്രോഗ്രാമിനല്ല, അവിടുത്തെ ദന്തൽ പ്രോഗ്രാമിനാണ് താഷ്കന്റ് ദന്തൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന് IAARന്റെ അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. ദെൻ ECAQAയുടെ അപ്രൂവൽ കിട്ടിയിരിക്കുന്ന 2 കോളേജസ് ആണ് കറന്റ്ലി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. അതിൽ ഒരു കോളേജ് എന്ന് പറയുന്നത് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തും പിന്നെ വേറൊരു കോളേജ് എന്ന് പറയുന്നത് താഷ്കന്റ് പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. സോ ECAQAയുടെ അപ്രൂവൽ ഉള്ള 2 കോളേജസ് ആണ് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. സോ കറന്റ്ലി MBBS പ്രോഗ്രാം അല്ലെങ്കിൽ മെഡിക്കൽ ഇക്വലൻസ് പ്രോഗ്രാമിന് കറന്റ്ലി WFMന്റെ അപ്രൂവൽ ഉള്ള 2 കോളേജുകളാണ് ഇന്ന് ഉസ്ബെക്കിസ്ഥാനിൽ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തും പിന്നെ വരുന്നത് താഷ്കന്റ് പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. ഈ ഒരു കാര്യം നിങ്ങൾക്ക് ECAQAന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ തന്നെ ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. അതിനുവേണ്ടി വേറെ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഗൂഗിളിൽ പോയിട്ട് ECAQA എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ECAQAന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കിട്ടും. അതിന്റെ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷന്റെ ലിസ്റ്റ് നമുക്ക് ലഭിക്കും. ഓക്കെ, സോ ആ ഒരു ഓപ്ഷൻ എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്ക് കൺട്രി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ കൺട്രി സെലക്ട് ചെയ്യുന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. ഉസ്ബെക്കിസ്ഥാൻ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളെ കോളേജസിന്റെ ലിസ്റ്റ് സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ 2 കോളേജാണ് കറന്റ്ലി WFMന്റെ അപ്രൂവൽ ഉള്ളത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തും പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ താഷ്കന്റ് പീഡിയാട്രിക് ഇൻസ്റ്റിറ്റ്യൂട്ടുമാണ്. സോ കറന്റ്ലി ഈ 2 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിച്ചാൽ മാത്രമേ നമുക്ക് US, UK, കാനഡ, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുടെ എക്സാമിനേഷൻ എഴുതാനോ ഇല്ലെങ്കിൽ ഇനി മുതൽ അവിടെ പോയിട്ട് വർക്ക് ചെയ്യാനോ സാധിക്കുകയുള്ളൂ. ഇത് കൂടാണ്ട് ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദെൻ താഷ്കന്റ് മെഡിക്കൽ അക്കാഡമിയുടെ ടർഗീസ് ബ്രാഞ്ച്, സമർക്കണ്ട് സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇത് കൂടാണ്ട് പിന്നെ ആന്റിജാൻ സ്റ്റേറ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, WFMന്റെ അപ്രൂവലിന് വേണ്ടി ഓൾറെഡി ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ECAQAന്റെ അപ്ഡേഷൻ പ്രകാരം 2024 അവസാനത്തോടു കൂടെ തന്നെ അവർക്ക് അപ്രൂവൽ കിട്ടുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇന്ന് നാഷണൽ മെഡിക്കൽ കമ്മീഷനും അതോടൊപ്പം തന്നെ ഫാമിലി ഹെൽത്ത് വെൽഫെയർ മിനിസ്ട്രിയും ഇറക്കിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ നോക്കിയായിരുന്നു. അതിനുശേഷം നമ്മൾ ECFMGയുടെ വെബ്സൈറ്റിൽ പോയിട്ട് അക്രഡിറ്റേഷൻ പോളിസി നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. സോ ഇതിലെല്ലാം പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കിനി വേണ്ട മെയിനായിട്ടുള്ള അക്രഡിറ്റേഷൻ WFME തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി മുതൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ വിദേശത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി US-ലോ കാനഡയിലോ അല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ഇംഗ്ലീഷ് സ്പീക്കിംഗ് രാജ്യങ്ങളിലോ, ഇനി അത് കൂടാണ്ട് WFME റെക്കഗ്നൈസേഷൻ ചോദിക്കുന്ന വേറെ ഏതെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലോ പോയി വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് ഉറപ്പായും WFME അപ്രൂവൽ ആണ് ഉണ്ടാവേണ്ടത്. അല്ലാണ്ട് നമ്മൾ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി സ്പോൺസർ നോട്ടിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ കാനഡയിലോ UK-ലോ ഒന്നും പോയി വർക്ക് ചെയ്യൽ പോസിബിൾ അല്ല. ഈ ഒരു കാര്യം വളരെ ക്ലാരിഫൈഡ് ആയിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ECFMG എന്ന് പറയുന്നത് ഒരു സിംഗിൾ അക്രഡിറ്റേഷൻ ബോഡി, ഒരു രാജ്യത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. അമേരിക്കയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബോഡി മാത്രമായിരുന്നു ECFMG എന്ന് പറയുന്നത്. പക്ഷേങ്കിൽ WFME എന്ന് പറയുന്നത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. സോ ഇനി മുതൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ WFMന്റെ റെക്കഗ്നൈസേഷൻ ആണ്. സോ നിങ്ങൾ ചൂസ് ചെയ്യുന്ന കോളേജിന് WFMന്റെ റെക്കഗ്നൈസേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം പ്രോപ്പർ ആയിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ കോളേജ് ചൂസ് ചെയ്യുക. WFMന്റെ റെക്കഗ്നൈസേഷൻ ഉള്ള കോളേജസ് കണ്ടെത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായും കോൺടാക്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നല്ലൊരു അടിപൊളി ടോപ്പിക്കുമായി കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.